കൊച്ചിയുടെ ആകാശപാതയിൽ മെട്രോ കുതിച്ചുപായുമ്പോൾ നിയന്ത്രണം പെൺകരങ്ങളിൽ ഭദ്രം. ആദ്യഘട്ടത്തിൽ 39 ഡ്രൈവർമാരുള്ളതിൽ 7 പേർ വനിതകളാണ്, അതും മലയാളികൾ. ബംഗളൂരു മെട്രോയിൽ നിന്ന് പരിശീലനം നേടിയെത്തിയ വൈക്കം സ്വദേശിനി വന്ദനയും കൊല്ലം സ്വദേശിനി ഗോപികയും അടക്കമുള്ളവർ ഏറെ ആവേശത്തിൽ. റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു, അതിനുശേഷം സൈക്കോമെട്രിക് എക്സാം ഉണ്ടായിരുന്നു, അതിൽ പാസ്സായവർക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അഭിമാനമുണ്ട്, എല്ലാവരും വളരെ സന്തോഷത്തിൽ എക്സൈറ്റഡ് ആണ് എല്ലാവരും. മുന്നിലത്തെയും പിന്നിലത്തെയും ക്യാബിനുകളിലായി ഒരു മെട്രോ ട്രെയിൻ നിയന്ത്രിക്കാൻ 2 പേരാണ് ഉണ്ടാവുക. തുടക്കത്തിൽ ഡ്രൈവർമാരുണ്ടാകുമെങ്കിലും പിന്നീട് ഡ്രൈവറില്ലാതെയാകും മെട്രോ ഓടുക. അതിനാൽ ട്രെയിൻ ഓപ്പറേറ്റർ കം സ്റ്റേഷൻ കൺട്രോളർ തസ്തികയിലാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത്. കൊച്ചി മെട്രോയിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ഇതുണ്ടാവും, പെട്ടെന്ന് മെട്രോയിലാണോ എന്താണ് ട്രെയിൻ ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ഓടിക്കുക, മോളിൽ കൂടെ ഓടിക്കുമ്പോൾ എങ്ങനെയാ തോന്നുക എന്നൊക്കെ ചോദിക്കും. ഭിന്നലിംഗക്കാർക്ക് ജോലി നൽകിയും കുടുംബശ്രീയെ സഹകരിപ്പിച്ചും ഒടുവിൽ വനിതകളെ കടിഞ്ഞാണേൽപ്പിച്ചും കൊച്ചി മെട്രോ തീർത്തും വ്യത്യസ്തമാവുകയാണ്. വനിതാ സൗഹൃദം എന്നത് പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടെന്ന് തെളിയിക്കുകയാണ് കൊച്ചി മെട്രോ. യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.